ഞാനിങ്ങ് വരുന്ന വഴിക്ക് ഒരു പട്ടി എന്നെ ഇങ്ങ് ഓടിച്ചു, ഒരു നാടൻ പട്ടി. വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ പുള്ളിക്കാരൻ അവിടെ ദൂരെ ഇന്ന് എന്നെ ഇങ്ങനെ നോക്കി. എന്നിട്ട് ഇവൻ ആരടി എന്നുള്ളൊരു ചിന്തയിൽ അവൻ്റെ വീട്ടിലേക്ക് കയറി ഇങ്ങനെ നോക്കി നിന്നു. അതിന് ശേഷം ഞാനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഞാനങ്ങ് കടന്നു പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ എൻ്റെ പുറകെ പാഞ്ഞു വന്നു. എനിക്ക് മനസ്സിലായി എന്തായാലും അറ്റ് ദാറ്റ് മൊമെൻറ്റിൽ ഒന്ന് പതറിപ്പോയി. പക്ഷേ വണ്ടി എടുത്തങ്ങനെ അതുപോലെ തന്നെ അങ്ങ് പോയി. എനിക്കറിയാം അവൻ കുറച്ച് ദൂരം വന്നു കഴിഞ്ഞ് നിർത്തിക്കുള്ളൂ എന്ന്. എന്നാലും ഒരു 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 ഇതുണ്ടല്ലോ, അത് ഭയത്തിൻ്റെ ഒപ്പം വരുന്ന ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, അങ്ങ് പോയിട്ടില്ല. അപ്പോൾ എത്ര കാലമായി നമ്മൾ കണ്ടിട്ടല്ലേ. നമുക്ക് ചുമ്മാ ഒന്ന് പറഞ്ഞടിച്ച് നോക്കിയേക്കാം. ദിസ് ഈസ് നോട്ട് ആ വ്ളോഗോസ്കി എന്നുള്ള പേര് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വ്ളോഗോസ്കിയിലേക്ക് പോകും. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങിയടിക്കാം. ഓക്കെ, വാ. ഇന്നിപ്പം ജൂലൈ 13 ആയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഐ റിമെമ്പർ, കഴിഞ്ഞ വർഷം ജൂലൈ 15 ആയിരുന്നു ടൗണിൽ വെച്ചൊരു പട്ടി എൻ്റെ നേരെ കുരച്ചത്. അത് നല്ല രസമുള്ള പരിപാടിയായിരുന്നു ശരിക്കും. ഈ പട്ടി കുരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പട്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു ഇത് വരുമെങ്കിലും ദെൻ ആഫ്റ്റർ ദാറ്റ് എനിക്ക് ഭയങ്കര ഒരു ഉന്മേഷം തോന്നുന്നുണ്ട്, ഉത്സാഹം തോന്നുന്നുണ്ട്. ലെറ്റ്സ് എക്സ്പ്ലോർ. യെസ്, ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. നോട്ട് എ ബേഡിങ് ഒക്കെ. ഞാനിപ്പം അങ്ങനെ ബേഡിങ് ആയിട്ട് ചെയ്യാറൊന്നുമില്ല, അല്ലെങ്കിൽ നേരത്തെയും ചെയ്യാറില്ല. പക്ഷികളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കൂടുതലായിട്ടും പക്ഷികളായിരിക്കും. വാട്ട് കൈൻഡ് ഓഫ് മലയാളം ഇസ് ദാറ്റ്? ഓക്കെ, ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണിച്ചു തരുന്നത് പക്ഷികളെ ആയിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓൾവേസ് ഒബ്സർവ് എവ്രി കൈൻഡ് ഓഫ് തിങ്സ്. പുല്ലും പുഴുവും തേങ്ങയും മാങ്ങയും എല്ലാം. ലെറ്റ്സ് ഡു ദാറ്റ് അഗെയിൻ. ഒരു കൊല്ലം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ബട്ട് ഐ തിങ്ക് ദിസ് പ്ലേസ് ഹാവിങ് ചേഞ്ച്ഡ് എ ലിറ്റിൽ ബിറ്റ്. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയുണ്ട്. ഇനിയിപ്പോൾ ആറേം വെള്ളമൊക്കെ അതുപോലെ തന്നെയല്ലേ ഇരിക്കുകയുള്ളൂ. വന്നപ്പോഴേ ഒരു പക്ഷിയെ കാണാമല്ലോ. എന്താണത്? കാക്ക. ലാർജ് ബിൽഡ് ക്രോ, നമ്മുടെ ബലിക്കാക്ക. എന്താ കാക്ക പക്ഷിയല്ലേ? കാക്കേനെ കണ്ട് ഇഷ്ടപ്പെടില്ലേ? കാക്ക ഈസ് ഓൾസോ പക്ഷി. യെസ്, അവർ ഫസ്റ്റ് പക്ഷി ഓഫ് ദിസ് ഇയർ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരാനൊക്കെ ഇടയ്ക്ക് ചിന്തിച്ചിരുന്നു. പക്ഷെ അന്നേരമൊക്കെ ഈ വെള്ളം ഇത്രയും താഴെ ഇറങ്ങി കിടക്കല്ലായിരുന്നു. വാട്ട് ഈസ് ദിസ്? എന്ത് സാധനം? വെള്ളമല്ലോ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഹൗ ടു എന്നാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നുഴഞ്ഞു കയറണോ, അതോ വെള്ളത്തിൽ കൂടെ നീന്തി പോകണോ, അതോ ചാടണോ, പറക്കണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറയിലുള്ള ആ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ നേരത്തെ നൈറ്റ് ജാറിനെയും അതുപോലെ സ്കോപ്പ് സൗളിനെയും പിന്നെ കുറേ രസമുള്ള സാധനങ്ങളെല്ലാം കണ്ടിട്ടുള്ളത്. അങ്ങോട്ടൊന്ന് കയറി ഒബ്സർവ് ചെയ്യാൻ എന്ത് ചെയ്യും, എങ്ങനെ കിടക്കും, അഥവാ എങ്ങനെ കിടക്കരുത്, അഥവാ കിടക്കണമോ എന്നൊക്കെയുള്ള ആലോചനയുടെ ഇടയിലാണ് രണ്ട് ഇരട്ട വാലന്മാർ അവിടെ ഇരിക്കുന്നത്. കാടുമുഴക്കികൾ, ഗ്രേറ്റ് റാക്കറ്റെയിൽ ഡ്രോങ്കോസ്. ഇവന്മാർക്ക് വേറെ പേരും കൂടെ ഉണ്ട്, അൽറ്റൽ ലൈറ്റർ, പിന്നെ എപ്പോഴെങ്കിലും എന്നെങ്കിലും. അതിനിടയ്ക്ക് 3 മനുഷ്യന്മാർ ഇപ്പോൾ അതിൽ നടന്നുപോയി. അവരാണെങ്കിൽ ഇത്രയും വലിയ വെട്ടത്തിൽ നിന്ന് എന്നെ കണ്ടതുമില്ല. ഞാനവർ കാണട്ടെ എന്ന് ഓർത്തത് ഇങ്ങനെയൊക്കെ നിന്ന് യെസ് ഹു ആർ യു എന്ന് ചോദിക്കുമ്പോൾ ക്യാമറയൊക്കെ പൊക്കി കാണിക്കാമെന്നൊക്കെ ഓർത്ത് നിന്നായിരുന്നു. അവരെന്നെ കണ്ടില്ല. നെക്സ്റ്റ് മിഷൻ ഇതിൻ്റെ അപ്പുറത്തെത്തുക എന്നുള്ളതായിരിക്കും. ഒറ്റടു ഇതിൻ്റെ ഇങ്ങേയറ്റത്ത് ഇതുപോലെ സെറ്റപ്പ് ഉണ്ടല്ലോ, അതിലും എങ്ങനെയും കടക്കാൻ പറ്റിയാൽ അതായിരിക്കില്ല എന്നുള്ളത്. ലെറ്റ് മീ സീ. ഓ, ദിസ് ഈസ് കോൾഡ് കൈത കേട്ടോ. കൈത ചക്ക ഞാൻ നേരത്തെ കാണിച്ചിരുന്നുണ്ട്. ബട്ട് ഇതിനകത്ത് കൂടെ എങ്ങനെ കിടക്കും? എടാ പൊട്ട ഇതിനകത്ത് വേറെയും വഴികളുണ്ട്. ഇല്ല, ഞാൻ ആ പൊട്ട വിളി തിരിച്ചെടുത്തിരിക്കുന്നു. ആൻഡ് ഐ ഡിസൈഡഡ് ടു ഇതിനിടയിലൂടെ അങ്ങനെ അങ്ങ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് മതി. അമ്മോ, അയ്യോ, ആരാണ് എന്നെ പിടിക്കുന്നത്? ഫോൺ ആദ്യം പോകട്ടെ. യെസ്, ഐ ആം ഇൻസൈഡ് ദിസ് ഡെൻസ് ജംഗിൾ. ചുമ്മാ പറഞ്ഞാൽ കൈതക്കാരൻ്റെ അകത്തായി. ഇനി അവിടെ നിന്ന് അപ്പുറ സൈഡിലേക്ക് പുറത്ത് കിടക്കാനുള്ള നോക്കണം. ഞാൻ സ്റ്റിൽ അവന്മാരെ ഈ മുകളിലിരുന്ന് കരയുന്നുണ്ട്. ആരാണ്? നമ്മുടെ ഇരട്ടവാലന്മാർ, ഗ്രേറ്റ് റാക്കറ്റെയിൽ ഡ്രോങ്കോസ്. നമ്മളെന്തായാലും ആ നിയമം തെറ്റിച്ചില്ല, നമ്മൾ വേലി കടന്നില്ല. അതിന് പകരം നമ്മൾ മുള്ളും പന്നികളും കാട്ടുനായ്ക്കളും, കാട്ടുനായില്ല അവിടെ, എന്നാലും അവന്മാരുണ്ടായിരുന്നെങ്കിൽ അവന്മാരും പ്രയോഗിക്കുമായിരുന്ന അതേ വഴിയിലൂടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. യെസ്, അങ്ങനെ നമ്മൾ ഇപ്പുറത്തെത്തിയേക്കാണ്. ഇനി പുറത്ത് കിടക്കണം. യെസ് അവിടെ നോക്കൂ, ആ വേലി അതുപോലെയുണ്ട്. സോ
we have in Marikadakal the valley. We just find another way to get past of it. അല്ലേ അങ്ങനെയല്ലേ പറയുക. ഇനി മിണ്ടാതെ നടന്ന് നോക്കാം. ബ്ലീഡിങ് അല്ല ചെയ്യുന്നതെങ്കിലും എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ദിസ് പ്ലേസ് ലുക്സ് ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇന്ന് റിലാക്സ് ചെയ്യാം, നമുക്ക് കഞ്ഞി കുടിക്കാം. നമുക്ക് നല്ല രസമുള്ള നിലമാണ്. ഐ ഷോ യു. കണ്ടില്ലേ ഞാൻ പറഞ്ഞത്, ഇത്ര ഏരിയയിൽ ഈ ചുറ്റും കാണുന്ന പുല്ലുകൾക്കിടയിലും ഈ ഒരു ഇത്രയും ഏരിയ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുകയാണ് നിലം. ആൻഡ് ഓൾവേസ് ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. ആൻഡ് ഐ ഡോണ്ട് നോ വൈ, എന്തുകൊണ്ടായിരിക്കാം, അറിയാവുന്നവരുണ്ടെങ്കിൽ പറയുക. മേ ബി ഞങ്ങൾ ഇടവെട്ടി വനത്തിൽ പണ്ടൊരു സർവേ നടത്തുന്ന കാലത്ത് ഞാൻ അവിടെ ആ വനത്തിൽ ഒരു പ്രത്യേക ഏരിയ മാത്രം പുല്ല് മാത്രം നിറഞ്ഞിരിക്കുന്നു, അവിടെ മരങ്ങളുണ്ടാകുന്നില്ല. ഭയങ്കര രസം കാണാൻ. പക്ഷേ അതിൻ്റെ രഹസ്യം ഞാൻ അന്ന് മനസ്സിലാക്കി. ആളുകൾ ഈ ഹോട്ടൽ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം കൊണ്ട് മണ്ണിനടിയിൽ കുഴിച്ചിടുകയാണ് അവിടെ. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ മരങ്ങൾക്കൊന്നും വേറെ എടുത്താൻ പറ്റില്ല. അപ്പോൾ ചെറിയ ചെറിയ പുല്ലുകൾ മാത്രം വളരും. പക്ഷേ ഇവിടെ പുല്ല് പോലും അങ്ങനെ വളരുന്നില്ല. വൈ I don't know. നമ്മുടെ ലക്ഷ്യം എന്താണ് അതും എനിക്കറിയില്ല. നമുക്കെന്തായാലും മുമ്പോട്ട് തന്നെ നടക്കാം. ഇവിടെയായിരുന്നു ഞാൻ നേരത്തെ ഒരു തവണ വന്നപ്പോൾ ഇന്ത്യൻ സ്കോപ്പ് സോൾനെ കണ്ടത്. എന്ന് പറഞ്ഞുകൊണ്ട് 2-3 കൊല്ലം കഴിഞ്ഞിട്ട് അതിപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടാകും എന്നൊക്കെ വിചാരിക്കുന്നത് അപ്സൈഡാണ്, മണ്ടത്തരമാണ്. പണ്ട് ചെറുപ്പത്തിൽ ഞങ്ങളിങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുമായിരുന്നു. ചെറിയ കുഞ്ഞു തോടുകൾ, ഞങ്ങൾ വാച്ചാലെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്തേക്കിടെ ആസ് യു ക്യാൻ സീ ഇറ്റ് റൈറ്റ് നൗ. അങ്ങനെ നടക്കുമ്പോൾ എവിടെന്നെങ്കിലും നല്ല മുഴിയൊക്കെ പോലെ, അല്ലെങ്കിൽ മുഷി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യമിന് കരുത്തുള്ള ടൈപ്പ് മീനുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയ പരലിനെ കിട്ടിക്കഴിഞ്ഞാൽ, ഞങ്ങൾ ആ ഒരു സ്പോട്ടിനെ പിന്നെ അതിനെ മുഷിസ്ഥലം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ മുഴിസ്ഥലം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ വലിയ പരലിന് കിട്ടിയ സ്ഥലം എന്ന് പറയും. എപ്പോഴും അവിടെ തന്നെ പോയി മീൻ പിടിക്കാൻ നോക്കും. ശരിയാണ്, മുഴിയൊക്കെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കറങ്ങാറുണ്ട് കൂടുതലായിട്ടും. കാരണം അവിടെ കുറേ ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഏരിയസ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട്. പക്ഷേ എന്നാലും എപ്പോഴും ആ ഒരു ഒറ്റ സ്പോട്ടിൽ പോയിട്ട് അവിടെ വലിയ മീൻ കിട്ടും, അവിടെ വലിയ മീനും കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് തപ്പുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ സ്കോപ്പ് സൗളിനെ തപ്പാൻ പോയാലോ അതുപോലെ തന്നെ ആയിരിക്കും. ഇവിടെ സ്കോപ്പ് സൗൾ ഇരുന്നു എന്ന് പറഞ്ഞ് 2-3 കൊല്ലം മുമ്പായിരുന്നു. ഐ വിൽ ബ്ലാ ഓക്കെ, അതുകൂടെ കേൾക്കണം. യു ഡോണ്ട് വാണ്ട് ടു എക്സ്പെക്റ്റ് ദാറ്റ് 2021 വ്ളോഗോസ്കി അല്ലെങ്കിൽ 2022 വ്ളോഗോസ്കി തുടങ്ങിയ അമ്പാടിയെ ഡോണ്ട് എക്സ്പെക്ട് ഫ്രം മീ. ശരിക്കും പറഞ്ഞാൽ വ്ളോഗോസ്കിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ഞാൻ ആ വ്ളോഗ് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആ ഒരു കാലഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ വ്ളോഗറായി പോകും, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ഞാനായിട്ടായിരിക്കും വ്ളോഗ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂസ് ദിസ് ഗായ് എന്നുള്ളൊരു രീതിയിലായിരിക്കും ഞാൻ എന്നെ തന്നെ നോക്കുന്നത്. അതേണ്ട. അതുകൊണ്ട് ഇപ്പോൾ എന്താണോ ചെയ്യാൻ തോന്നുന്നത് അതങ്ങ് ചെയ്യാം, അല്ലേ? ഇങ്ങനെ കാണിക്കുന്നതാണല്ലോ ഇപ്പോൾ വലിയ സെറ്റപ്പ്. അതിൻ്റെ കാലം കഴിഞ്ഞു പോയി. ട്രെൻഡ് എവിടെയെങ്കിലുമൊക്കെ പ്രകൃതി രമണിയിൽ പോയി എന്നിട്ടിങ്ങനെ ഇന്ന് കാണിക്കുന്നത്. വാട്ടെവർ, ഐ വിൽ ബ്ലാ. കഴിഞ്ഞ ഒക്ടോബറിൽ ഇൻ അവർ അതർ ചാനൽ ഒരമ്പാടി കഥയിൽ ഞാൻ അവസാനമായിട്ടൊരു വ്ളോഗ് ചെയ്തിരുന്നു. ആ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് കംപ്ലീറ്റ് ബ്ലാ. എന്തൊക്കെ കാര്യമുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ഹു ഈസ് റെഡി ടു ഹിയർ ദാറ്റ് കൈൻഡ് ഓഫ് ബ്ലാ ഫോർ എ ലോങ് ടൈം. ഞാനത് റിമൂവ് ചെയ്തു. എന്തായാലും ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ആക്ച്വലി വി ആർ ഗെറ്റിംഗ് ബ്രെയിൻ റോട്ടഡ്. ഒരു വലിയ പ്രശ്നമാണ്. ഞാൻ ശരിക്കും അങ്ങനെയുള്ള കുറച്ച് നന്മകളൊക്കെ വിചാരിച്ചിട്ടും കൂടിയാണ് ഷോർട്ട് വീഡിയോകൾ ഇടുന്ന പോലും നിർത്തിയത്. ഞാനായിട്ട് നിങ്ങൾക്ക് ബ്രെയിൻ റോട്ട് ഉണ്ടാക്കി തരാം, ഈ നല്ല പാറ. ഞാനായിട്ട് നിങ്ങൾക്ക് ബ്രെയിൻ റോട്ട് ഉണ്ടാക്കി തരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ അത് അഫക്റ്റ് ചെയ്യുന്ന എന്നെ മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നിങ്ങൾക്ക് ഞാനെന്നൊരു ഓപ്ഷൻ അല്ലാതെ ഇഷ്ടം പോലെ ഓപ്ഷനുണ്ട്. എനിക്ക് നിങ്ങളെന്നുള്ളൊരു ഓപ്ഷൻ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അതാണ് അതിൻ്റെ പ്രശ്നം. ബേസിക്കലി എനിക്കങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അത് ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാനായിട്ട് എൻ്റെ പ്രസൻസ് ഇവിടെ നിലനിർത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് പിടിച്ചു നിർത്താൻ നോക്കിയാലേ എനിക്കിവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായിക്കൊണ്ട് യെസ്, ഐ വിൽ ഓൾസോ ബ്രെയിൻ റോട്ട് യു ഇൻ ആനമ്പാടി സ്റ്റോറി മേ ബി. അല്ലാതെ പറ്റില്ല. കാരണം ബ്രെയിൻ റോട്ട് ഇല്ലാത്ത രീതിയിൽ കണ്ടൻറ്റ് ചെയ്യാനും ബ്രെയിൻ റോട്ട് ആവരുതെന്ന് പറയാനും കുറേ ശ്രമിച്ചെങ്കിലും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ നോട്ട് റെഡി ടു ഡു ദാറ്റ്. അവർ ശരിക്കും അത് ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് ബ്രെയിൻ റോട്ട്. ദിസ് ഈസ് പ്യുവർ കെയോസ്, പ്യുവർ അപ്സൈഡിറ്റി. ആൻഡ് ഐ ലൈക്ക് അപ്സൈഡിറ്റി, ഐ ലൈക്ക് കെയോസ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. പുള്ളി ചൊറിയുന്നുണ്ട്. അപ്സൈഡിറ്റി, കെയോസ്, ഇതൊക്കെ അറിയാത്തവർക്കാണ് അത് അങ്ങനെ തോന്നുന്നത്. വെൻ വി റിയലി എക്സ്പീരിയൻസ് ഇറ്റ്, ഇറ്റ് ഈസ്
ഇറ്റ് ഈസ് പ്യുവർ ബ്ലിസ് ഐ തിങ്ക്. ഇപ്പോൾ അങ്ങ് ദൂരെ നിന്ന് ഹോക്കികൾ കരയുന്നുണ്ട്, ക്രസ്റ്റഡ് ഹോക്കികൾ എന്ന് പറയുന്ന കിന്നരി പരുന്ത്. യു മേ ഹിയർ ഇറ്റ്. നിങ്ങൾക്ക് കേൾക്കാമായിരിക്കും. ചുമ്മാ കേൾക്കുന്ന ആൾക്ക് തോന്നുമായിരിക്കും ഇതെന്തിനിങ്ങനെ ചുമ്മാ കിടന്ന് കരയുന്നേ, ബട്ട് ഇറ്റ് ഹാസ് എ പർപ്പസ് അല്ലേ? അതുപോലെ അവർ അബ്സർഡിറ്റി, അവർ കെയോസ് ഹാസ് എ പർപ്പസ്. സോ നമ്മൾ മാക്സിമം വെള്ളപ്പൂമ്പാറ്റ അല്ലത്, സംതിങ് സ്പെഷ്യൽ. വാ, ഒന്ന് ഇരുന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ, ഇരിക്കുന്നില്ലല്ലോ. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ച് ഇതെന്ത് പ്രാന്താണ് ഈ കാണിക്കുന്നതെന്ന് തോന്നും. ഇറ്റ്സ് ജസ്റ്റ് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ഐ മീൻ പറക്കുന്നു. പക്ഷേ അതിനെന്തോ ഒരു പർപ്പസ് ഉണ്ട്. ഫൈനലി നമ്മുടെ ബ്യൂട്ടി അവിടെ വന്നിരുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ചോക്ലേറ്റ് ആൽബട്രോസ്, അങ്ങനെയാണ് എൻ്റെ പേര്. ബ്യൂട്ടിഫുൾ ഒന്നുമില്ല, അത് ഞാൻ അതിനെ വിളിച്ചതാണ്. ഭയങ്കര റെയർ സാധനമൊന്നുമല്ല. ഞാനിപ്പോൾ നാച്ചുറലിസ്റ്റിൽ നോക്കിയാണ് ഐഡിയ കണ്ടുപിടിച്ചത്. അതിൻ്റെ അകത്ത് തന്നെ ഇതിന് 4000-ഓളം ഒബ്സർവേഷൻസ് ഇപ്പോഴേ ഉണ്ട്. ഞാനും എപ്പോഴൊക്കെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫിക് ലൈഫറാണ്. താങ്ക് യു. ഇന്ന് കിളി പോയി മതിലും ചാടി വന്നതിന്, മതിൽ ചാടി വന്നില്ല ശരിക്കും, നമ്മൾ ആ വേലി വട്ടം കിടന്ന് വന്നതിനും ബലം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ തിങ് ശരിക്കും. ഇനി മറ്റെന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. എനിക്കറിയാം ആ ക്രസ്റ്റഡ് ഹോക്കികൾ കാണാൻ പാകത്തിന് എവിടെയോ ഇരുന്നാണ് കരയുന്നത് എന്ന്, പക്ഷേ കിട്ടട്ടെ എന്നേ ഉള്ളൂ. നമുക്കൊന്ന് നോക്കാം പോകുന്ന വഴി. പക്ഷേ അതെൻ്റെ ലക്ഷ്യമൊന്നുമല്ല. ഇവിടെ എങ്ങാനും നൈജറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ സീ സംതിങ്. ആ ഭാഗത്തുനിന്ന് എന്തോ മരത്തിൻ്റെ കൊമ്പിൽ നിന്ന് എന്നെ കണ്ടിട്ട് പറന്നു. മേ ബി നൈജർ ആയിരിക്കാം. പഴയ ബേഡർ മോഡിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പയ്യെ പതുങ്ങി ഹായ്, നല്ല കുറേ കുഞ്ഞു കൂണുകൾ. ഇതേ സ്പീഷ്യസ് ഞാൻ ഇവിടെ നേരത്തെയും കണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു മാസം മുമ്പ് ഞാൻ സ്ഥിരം പോകാറുള്ള ആ ഒരു ഏരിയയിൽ, ഒരു ഏരിയയിൽ ഞങ്ങൾ കുറച്ച് പേര് ഹെർപ്പിങ്ങിന് പോയിരുന്നു. ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഇറ്റ് വാസ് എ ഫൺ ഡേ. ഭയങ്കര ഫൺ ഡേ ആയി മാറിയൊരു ഡേ ആയിരുന്നത്. സോ ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഇപ്പോൾ വേണോ? വേണ്ട, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതിനുവേണ്ടി കാത്തിരുന്നുള്ളൂ. ഞാൻ അല്ലെങ്കിൽ ഓരോ തവണയും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടിട്ട് അടുത്ത തവണ കാണാം, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ 5-6 മാസം, ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നതല്ലേ. പക്ഷേ അതിനുവേണ്ടി കാത്തിരുന്നുള്ളൂ. ദാറ്റ്സ് എ ഫൺ വീഡിയോ. ദാറ്റ് വാസ് എ ഫൺ ഡേ. സിന്ദൂരത്തുമ്പി എൻ്റെ ഫേവറേറ്റ് തുമ്പികളിൽ ഒരെണ്ണമാണ്. സോ ബ്യൂട്ടിഫുൾ. നമ്മൾ പണ്ട് ക്രസ്റ്റഡ് ഹോക്കികളിനെ കണ്ട ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെ അതിൻ്റെ കോള് നല്ല പോലെ കേൾക്കാം. നമ്മുടെ ഇരട്ടവാലന്മാരും നമ്മൾ നേരത്തെ കണ്ടില്ലേ, അവന്മാരും അതിന് റിപ്ലൈ ആയിട്ട് ചുമ്മാ ഇരുന്ന് കൊഞ്ഞനം കുത്തുന്നുണ്ട് സെയിം സൗണ്ടിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. അന്നത്തെ ഉണക്കമരം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ഐ മീൻ ആ മരം അവിടെ തന്നെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കതാ ഇവിടെ ഇന്നാൽ കാണാൻ പറ്റേണ്ടതാണ്. ആ മരം അവിടെ ഇല്ല. ആ മരമൊക്കെ അന്നേ ഉണങ്ങുന്നതായിരുന്നു. അത് എപ്പോഴും നിലത്ത് പറ്റി കിടപ്പുണ്ടായിരിക്കാം. ആരത് നമ്മുടെ പച്ചില കൊടുക്കുക. പക്ഷേ ആ മരം അവിടെ ഇല്ല. പിന്നെ ഇതിനെ എവിടെ ഇരുന്നായി കരയുന്നത്? എവിടെ ഇരുന്നായി കരയുന്നത്? ഇപ്പോൾ കേൾക്കാനും ഇല്ല. മുട്ടൻ പരുന്തിനെ കാണാൻ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പക്ഷിവർഗമായിട്ടുള്ള ഇത്തിക്കണ്ണിക്കുരുവികൾ അഥവാ ഫ്ലവർ പെക്കേഴ്സിൽ ഒരുത്തനാണ് നീൽഗിരി ഫ്ലവർ പെക്കർ അഥവാ കരിഞ്ചുണ്ടൻ ഇത്തിക്കണ്ണിക്കുരുവി. നമ്മുടെ പരുന്ത് അവിടെ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്തതിനും വേറെയും പൊക്കമുള്ള കമ്പുകൾ കാണാതിരിക്കില്ലല്ലോ. നമ്മുടെ ഈ മരങ്ങൾക്ക് പുറകിൽ ഐ തിങ്ക് ഇറ്റ്സ് ആൻ ആഞ്ഞിലി എന്നാണ് തോന്നുന്നത്. അതാണ് പ്രബോളി അതിരിക്കാൻ പറ്റിയതായിട്ടുള്ളൂ. പക്ഷെ അവൻ എന്നെ കാണുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം. നിങ്ങൾക്ക് ആഞ്ഞിലെങ്കിലും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ നോക്കട്ടെ, അവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ പൊക്കാം. യെസ് പറന്നു. എനിക്കറിയാൻ പറക്കുമെന്ന്. കാരണം ഇത്ര നേരം ഞാനിവിടെ ബഹളം വെച്ച് കിടന്നപ്പോഴും അവൻ എന്നെക്കുറിച്ച് ബോധവാനായിരുന്നു. യെസ്, ഓഫ് കോഴ്സ്. ഞാനവനെ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ പുള്ളി അങ്ങ് പറക്കുകയാണ് ഉണ്ടായത്. എന്നാലും അപ്പുറത്തൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്. ബ്യൂട്ടിഫുൾ. നടക്കാം. ഞാനിന്ന് ശരിക്കും ഇവിടെ നടക്കാമല്ലോ എന്ന് ഓർത്ത് വന്നായിരുന്നു. കാരണം ഈ വെള്ളം ഇങ്ങനെ കുറഞ്ഞിരിക്കുമ്പോഴേ ഈ ഒരു ഏരിയയിൽ നടക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഐ ലവ് വാക്കിംഗ് ഹിയർ. ആരുടേത്? യെസ്, സ്റ്റോക്ക് ബിൽഡ് കിങ് ഫിഷർ. കാക്ക മീൻ കൊത്തി. കക്ക എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഇരുന്ന് കരയുന്നേ നമ്മുടെ പരുന്ത് കാണാനില്ല. അവിടെ ഇരിപ്പുണ്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇരിക്കുന്ന മരം അല്ലെങ്കിൽ ആ ഏരിയ എനിക്ക് കറക്റ്റ് കാണാം. പക്ഷേ ഇത് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് മുമ്പോട്ട് നടക്കാം.
കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെ നടക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് അല്ല ഹോക്കികൾ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മരക്കമ്പായിരുന്നു അത്. ഇപ്പോഴത് പോയിട്ടില്ല. ഈ ഒരു ബ്യൂട്ടി ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പലപ്പോഴും ഇവിടെ വന്നുകൊണ്ടിരുന്നത്. ആഹാ, ഈ വെള്ളത്തിൽ നോക്കിക്കാൻ നിറച്ച് കുഞ്ഞു മീനുകൾ, കൂടുതലും വാഴയ്ക്കവരന്മാരാണ്. പക്ഷെ എൻ്റെ ക്യാമറയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയേ പറ്റുള്ളൂ. മീനുകൾ മര്യാദയ്ക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു പഴയ കഥ ഓർമ്മ വന്നത്. ഒരു 3-4 മേ ബി 5 കൊല്ലം മുമ്പായിരിക്കും, അത്രയില്ല, ഈ ക്യാമറ മേടിച്ച സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു ആലുവ ഭാഗത്ത് എവിടെ ഒരു കണ്ടത്തിൽ ബേഡിങ് ചെയ്ത് നടക്കുകയാണ് രാവിലെ. അപ്പോൾ അക്കരെ നിന്നൊരു ചേട്ടൻ എന്നെ, കണ്ടത്തിൻ്റെ അക്കരെ നിന്നൊരു ചേട്ടൻ എന്നെ കൈ കാണിച്ച് കൈ കൊട്ടി വിളിച്ചു. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഇതെന്ത് എന്നിട്ട് പുള്ളിക്കാരന് ഞാൻ കഷ്ടപ്പെട്ട് കറങ്ങി അടിച്ച് അവിടെ പുള്ളിയുടെ പറമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പുള്ളി അവിടെ ഒരു കുളം കാണിച്ച് തന്നിട്ട് പറഞ്ഞു, മോനെ ഈ വെള്ളത്തിൻ്റെ അകത്ത് കുറേ മീനെ ഞാൻ വളർത്താനിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തു തരാമോ? ഞാൻ പറഞ്ഞു ചേട്ടാ ഇതങ്ങനത്തെ സാധനമല്ല ഇത്, എനിക്കിങ്ങനെ ചേട്ടൻ കാണുന്നത് എന്താണോ അത് തന്നെ എനിക്കും കാണാവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി കുറേ നേരം സംസാരിച്ചു. എന്നിട്ട് പുള്ളി ചോദിച്ചു, നമ്മുടെ ഈ പറമ്പ് ഒരു പക്ഷി സങ്കേതമാക്കാനുള്ള എന്തെങ്കിലും വകുപ്പുകളുണ്ടോ? ഭയങ്കര രസമായിരുന്നു ആ ചേട്ടൻ. ഐ ജസ്റ്റ് റിമെമ്പർ ഹിം. ചേട്ടനിപ്പോൾ അത് പക്ഷി സങ്കേതമാക്കിയാവും. പുള്ളി ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ വരുന്ന കൊക്കുകളെയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വലയൊക്കെ കിട്ടി അടച്ചു മൂടിയിട്ട് ഇതിനകത്ത് തന്നെ നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? കേസാകുമോ? എന്തായാലും കുറേ വാഴയ്ക്കവരന്മാർ അതല്ലാത്ത വേറെയും കുറേ പരളുകൾ ഈ വെള്ളത്തിൽ കിടപ്പുണ്ട്. കൗസ് കൊണ്ടായിരുന്നു പിടിച്ച് വെള്ളത്തിൽ മുക്കായിരുന്നു. അയ്യോ, കൗസുബിനല്ല, എൻ്റെ കയ്യിൽ ഗോപ്രോ ഉണ്ട്. ആ ഗോപ്രോ പിടിച്ച് വെള്ളത്തിൽ മുക്കാമായിരുന്നു. ഞങ്ങൾ ഈ ഇടയ്ക്ക് വേറൊരു സ്ഥലത്ത് പോയപ്പം വ്ളോഗൊന്നും ചെയ്തില്ല. അവിടെ പോയപ്പോൾ അവൻ അങ്ങനെ ചെയ്തായിരുന്നു. നല്ല രസമുള്ള മീനുകളുടെ ഫോട്ടോ കിട്ടിയെന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടെ മുമ്പിലോട്ട് നടക്കുമ്പോൾ നമ്മൾ യാത്രയുടെ പരിസമാപ്തിയിലെത്തുന്നു എന്ന് തോന്നുന്നു. ഇവിടം വരെയൊക്കെ നടക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും തുമ്പികളോ പൂമ്പറ്റകളോ ഒക്കെ ആ പുല്ലിനിടയിലുണ്ടോ എന്ന് കൂടി നോക്കാം. പക്ഷേ യാത്ര തുടരും മുമ്പ് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോകാമെന്നാണ് ഓർക്കുന്നത്. കാരണം അതർവൈസ് നമ്മൾ ഡീഹൈഡ്രേറ്റഡായി പോവും. ഓക്കെ, സെറ്റ്. ആ ഭാഗത്തേക്ക് നോക്കിക്കേ, നല്ല രസമുള്ള പച്ച പുല്ല് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. നമുക്ക് അതിനകത്തുകൂടി എന്തെങ്കിലും സാധാരണ തുമ്പികളാണെങ്കിലും ഉണ്ടോ എന്നും നോക്കാം. സോ നമ്മൾ അത് ഭയങ്കര ഫണ്ണായി പോയി. ഇതാ കണ്ടില്ലേ, അവിടെ കുറച്ച് കുഴികൾ. ഞാൻ കാലെടുത്ത് വെച്ചത് അങ്ങനെ ഒരു സ്ഥലത്തായി പോയി. ആൻഡ് സ്റ്റിൽ എൻ്റെ കാല് as you can see ഇത്രയും താഴ്ചയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നോക്കുക, വേറൊരു രസം, നമ്മുടെ ക്യാമറയുടെ സൈഡ് കണ്ടില്ലേ? എൻ്റെ ക്യാമറ ആദ്യമായിട്ടാണ് ഇത്രയും മണ്ണിനോട് ഇഴചേർന്ന് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് പറയാം. ഇറ്റ്സ് നൈസ്, വലിയ കുഴപ്പമൊന്നുമില്ല. ചെളിയിലേക്ക് കുത്തി വീണതുകൊണ്ട് ഒന്നും തന്നെ പറ്റിയില്ല. ചെളി ഒഴിച്ച് വേറൊന്നും പറ്റിയില്ല. കര കയറട്ടെ. ഹൗ ടു എന്ന് വെച്ചാൽ എന്താ, ഇവിടെ ചവിട്ടി ഒരു തവണ ശ്രമിച്ചതാണ്. അതാണ് ഇത് ഈ കാണുന്ന കുഴി, ഈ കാണുന്ന കുഴി. ഇതിലെങ്ങനെ കാലുപോയെന്ന് വെച്ചാൽ ഇത്രയും അതിനെ കാണിച്ചു തരണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇവിടെ ചവിട്ടി അങ്ങോട്ട് ചവിട്ടിയാലും എനിക്ക് അറിയില്ല, നോക്കാം. യെസ് യെസ് യെസ്. പക്ഷെ കാല് പറയുന്നില്ല. ഞാൻ സ്ട്രഗിളൊന്ന് കുറയ്ക്കട്ടെ. റെഡി, 1 2 കയറി 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 ഇതാന്ന് പോയി. നൈസ് നൈസ്. ആൻഡ് ഇതവിടെ നോക്കൂ, നമ്മൾക്ക് കാല് കഴുകാൻ പ്രകൃതി വെള്ളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ രസമുള്ള അരുവിയുടെ രൂപത്തിൽ. ആദ്യമേ ഈ വൃത്തിയിട്ട കാലുകൾ കഴുകിയിട്ടാവട്ടെ. പക്ഷെ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും കാല് താഴുമോ എന്നെനിക്കറിയില്ല. ഡോണ്ട് വറി, അപ്പുറത്തല്ലേ ഇത് അത്രയും വിശാലമായിട്ട് വെള്ളം കിടക്കുന്നത്. എനിവേ, ഈ കാലുകൾ ഇവിടെ നല്ല ഉറച്ച് കിടക്കുന്ന മണ്ണാണ്. സോ നമുക്ക് നല്ലപോലെ കാല് കഴുകാം. വാവ്, നോക്കൂ, നല്ല രസമല്ലേ കാണാൻ. ഈ ക്യാമറ ഒന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ.
അങ്ങനെ 6 മിനിറ്റത്തെ ഉദ്യമത്തിനൊടുവിൽ നമ്മൾ ക്യാമറ അത്യാവശ്യം ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി കുറച്ച് കുഞ്ഞ് ഇതിനിടയിൽ മാത്രം കുറച്ച് ചെളി ഇരിപ്പുണ്ട്. അത് നമുക്ക് പിന്നെ വീട്ടിൽ ചെന്നിട്ട് കളയാം. നല്ല രസമായി ഇവിടെ നിൽക്കുന്നതും. നല്ല രസമുള്ളൊരു ഫ്രെയിമാണല്ലോ അല്ലേ? ഇതാ ഇങ്ങോട്ട് ഇരിഞ്ഞു കഴിഞ്ഞാൽ അതിലും രസമാണ്. സൺകിസ്റ്റ്. ഇവിടെ എന്തൊക്കെയോ തുമ്പികൾ അതിൻ്റെ ഇടയ്ക്ക് പറന്ന് കിടക്കുന്നത് കണ്ടായിരുന്നു. നമുക്കതിനും ചുമ്മാ നോക്കാം. പക്ഷെ അങ്ങനെ നടക്കാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുല്ലിനേക്കാളും സേഫ് ഇവിടെ വേണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നനഞ്ഞല്ലേ. സോ ലെറ്റ്സ് വാക്ക് ദിസ് വേ. ഇത് നോക്കൂ, നമ്മൾ ആമസോൺ വനാന്തരങ്ങളിലെ, ആമസോൺ ഇങ്ങനെയൊന്നുമല്ല എന്നാലും ചുമ്മാ അങ്ങ് സങ്കല്പിക്കാം. ഭാവനോത്സുകരായ മനുഷ്യർക്ക് കഥകൾ മെനയാൻ അധികം കാര്യങ്ങൾ വേണ്ട എന്നാണല്ലോ. സിന്ദൂരത്തുമ്പിയെ കണ്ടു. വേറെ ഏതൊക്കെയോ രസമുള്ള കുഞ്ഞ് നമ്മുടെ സ്വാമിത്തുമ്പിയുടെ ജുവനയിലാണ് ഒന്ന് അവിടെ ഇരിക്കുന്നത്. അതിനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതിലൂടെയുള്ള ഈ നടപ്പ് ഭയങ്കര രസമായിട്ട് തോന്നുന്നു. ഞാൻ ഇത്രയൊന്നും കയറി വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ നിന്നിട്ട് അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് പോകാറേ ഉള്ളൂ. നമ്മൾ ചെളിയിൽ വീണു പോയതുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും വരെ മുങ്ങിപ്പോയതുകൊണ്ട് മാത്രം കാല് കഴുകാൻ ഇതിലിറങ്ങി. നല്ല തെളിനീര് പോലത്തെ വെള്ളം കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. അവിടെ ഒരു വെസ്റ്റാലിസ് എപ്പിക്കാലിസ് ഇരിപ്പുണ്ട്. പിന്നെ മലയാളം പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ഈ ഒരു സെറ്റിങ്സിൽ അതിരിക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ. ഷൂട്ട് ചെയ്ത് നിന്ന് ഒന്ന് കുറച്ച് നേരം മുഴുകിപ്പോയി. അന്നേരത്തേക്കും ലൈറ്റൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് പുറകിൽ. അവട്ടം വരെയും കൂടി ഒന്ന് അവിടെ ഒന്നുകൂടെ പോയി നോക്കണ്ടേ, എന്നാലേ അതിൻ്റെ ഒരു സെറ്റപ്പ് ആവുള്ളൂ. ഇവിടം വരെ വന്നിട്ട് നമുക്ക് നോക്കാം, അവിടെ കൂടിയൊന്ന് നോക്കാം. വേറെ സാധനങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പം നമ്മൾ കണ്ട ആ തുമ്പി തന്നെ മുമ്പിൽ കൂടെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അങ്ങ് പോയാൽ അങ്ങനെ അങ്ങ് പോകാമെന്നേ ഉള്ളൂ. സോ എന്തായാലും നല്ല രസമുണ്ടല്ലേ. ഈ കാണുന്ന ഫേൺസൊക്കെ ഇങ്ങനെ സൈഡിൽ വളർന്നു നിൽക്കുമ്പോൾ അതിലെ ഇങ്ങനെ താന്നു പോവാതെ നടക്കുന്നത് ഭയങ്കര രസമുള്ള കാര്യമല്ലേ. ഐ എം റിയലി എൻജോയിങ് ഈച്ച് മൊമെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശമായിരിക്കേണ്ടത്. അല്ലാതെ പിന്നെയും സാറില്ല, അതാണ് ശരിക്കും നമ്മുടെ മെയിൻ ഉദ്ദേശമായിരിക്കേണ്ടത്. എന്തായാലും വെയിലൊക്കെ പോയി കേട്ടോ. അത് മാത്രമല്ല, ഇനി വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ തൃപ്പാദങ്ങൾ പതിപ്പിച്ച ആ ഒരു സ്ഥലത്തൂടെ തന്നെ വീണ്ടും കടക്കണമോ എന്നുള്ളൊരു ചിന്ത. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വേറെയും ഇഷ്ടം പോലെ വഴികൾ കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ ആ വേലി നൂഴ്ന്ന് കടന്നു വരാതെ സൈഡിൽ കൂടെ വന്ന പോലെ തന്നെ ഇവിടെ വേറെയും സ്ഥലങ്ങളുണ്ട്. സമയം കറക്റ്റ് 6 മണിയായിട്ടോ. മഴയില്ലാത്തൊരു ദിവസം കിട്ടിയതുകൊണ്ട് ഇതിങ്ങനെ ഇറങ്ങിയാണ്. വേറെ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട്. എന്നാലും രസമായിരുന്നു. എന്ത് സാധനങ്ങളൊക്കെ കിട്ടി, നമുക്ക് ഈ ക്യാമറ കിട്ടിയെന്നുള്ളത് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ബോധമല്ല. യെസ്, ചോക്ലേറ്റ് ആൽബട്രോസിനെ കിട്ടി. അങ്ങനെയല്ലായിരുന്നു എൻ്റെ പേര്, ആയിരിക്കാം. എന്തായാലും അതിനെ കിട്ടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അല്ലാതെ എന്ത് കിട്ടി എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ വലിയ ബോധമല്ല. ജസ്റ്റ് ഫീലിംഗ് റിഫ്രഷ്ഡ്, ഹാപ്പി. ഒരു ഇതുണ്ടല്ലോ, ഇതുണ്ട്. പോവാം. അങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോഴും കുറേ തത്തകൾ അക്കരെ ഇരുന്ന് കരയുന്നുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം അവിടെ ചേക്കേറാൻ വന്നിട്ടുണ്ട്. അവരൊക്കെ അവിടെ ഇരുന്ന് കരയട്ടെ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയേക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ പോകുന്ന ഈ ഒരു കുഞ്ഞു വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കാണും. ആൽബട്രോസിനെ ഇനി നോക്കണോ? വേണ്ട. ആൽബട്രോസ് എന്നായിരുന്നു അവൻ്റെ പേര്, ഞാൻ മറന്നു. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? ചോക്ലേറ്റ് ആൽബട്രോസ് ഐ തിങ്ക്. ഇങ്ങനെ വെള്ളം ഇറങ്ങി കിടക്കുന്ന സമയം ആയതുകൊണ്ട് ഇനിയും വരാൻ ശ്രമിക്കാം. മേ ബി ഞാൻ ആഗ്രഹിച്ചിരുന്നു കൗസുവിനെയും കൊണ്ട് വരണമെന്ന്. എന്തെങ്കിലും നോക്കാം. അപ്പോൾ അതുവരെ നമ്മുടെ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാൻ പോകുന്ന 1 മാസം മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അതിലെൻ്റെ കൂടെ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന്, നമ്മൾ സ്ഥിരം പോകാറുള്ള സ്ഥലമായിരുന്നു
നമ്മൾ വാഗമൺ എത്തണ്ട, പക്ഷേ അതിന് മുമ്പുള്ളൊരു ഏരിയ, അവിടെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. എക്സ്പ്ലോറേഷൻ പിന്നെ ഫണ്ണായി, മഴയായി, മഞ്ഞായി, രസമായി, അങ്ങനെയുള്ളൊരു രസമുള്ള വീഡിയോ. അത് എഡിറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ വേറെ കുറച്ച് പരിപാടികളിൽ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനത് ഒരു മാസം മാറ്റി വെച്ചു. ഈ വീഡിയോ എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്യുമല്ലോ, ഇത് മാക്സിമം 2 ദിവസത്തിനുള്ളിൽ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതും എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ട് ശ്രമിക്കുമല്ലോ കേട്ടോ, ശ്രമിച്ചിരിക്കും. അതിനുശേഷം അത് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. നമുക്ക് മറ്റൊരു സോക്കോൾഡ് ആ ഫോർമാറ്റ് തലയിൽ കയറി വരുന്നു. വ്ളോഗോസ്കിയിലാണെങ്കിൽ പറയും നമുക്ക് അടുത്ത വ്ളോഗോസ്കിൽ വീണ്ടും കാണാമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടായിരുന്നു നിർത്തുന്നത്. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ. ഇനിയിപ്പോൾ വീണ്ടും ഇതിനകത്തുകൂടി കയറി ഇറങ്ങിയിട്ട് വേണമല്ലോ പോവാൻ. തലയിൽ മുള്ളു കൊള്ളുന്നു. കാര്യം പറഞ്ഞാൽ അതിനിടയിലൂടെ കിടക്കുന്ന ഒരു ശരി വള്ളി പിടിച്ച പരിപാടിയാണ്. യെസ്, വള്ളിയുണ്ട്, ശരിയും വള്ളിയുണ്ട്, മുള്ളുമുണ്ട്. നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, വീട്ടിൽ പോണ്ടേ. വഴി ഇവിടെ കയറി അതിനിഗൂഢമായ കാടുകളിലൂടെ എൻ്റെ പൊന്നു. അവിടെ ഒരു വെട്ടം കാണുന്നു. ഹോപ്പ്ഫുള്ളി ഈ വെട്ടം നില്ലുന്നതിൻ്റെ അപ്പുറത്തേക്കായിരിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെ. അല്ല അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നാൽ പിന്നെ വീട്ടിൽ പോയേക്കാം.